ഹലോ ഫ്രണ്ട്സ്, സജിൽസ് ടെക് സെൻറ്ററിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രീ ആയിട്ട് ബിറ്റ് കോയിൻ മൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. നിങ്ങളിപ്പോൾ അധികം ആളുകളും വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ്. കാരണം എല്ലായിടത്തും ലോക്ക്ഡൗണും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വർക്ക് ഫ്രം ഹോം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങളുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പോ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണത്. ഇത് പ്രത്യേകിച്ച് നിങ്ങളുടെ പവർ ഒന്നും എടുക്കില്ല. നിങ്ങൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ സിസ്റ്റം ഓൺ ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതൊരു മൈനിങ് സോഫ്റ്റ്വെയർ ആണിത്. നല്ല പവറുള്ള സിസ്റ്റമൊക്കെ ആണെങ്കിൽ, നിങ്ങളുടെ ഇപ്പോൾ നല്ല ഗ്രാഫിക് കാർഡൊക്കെ ഉള്ള ഒരു സിസ്റ്റമാണെങ്കിൽ നല്ല രീതിയിൽ ഒരു $9 $10 വരെ ഡെയിലി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അതുമല്ലെങ്കിൽ സാധാരണ ഒരു ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പൊക്കെ ആണെങ്കിൽ $4 മുതൽ അല്ലെങ്കിൽ $3 മുതൽ മുകളിലേക്കായിരിക്കും വരുമാനം വരുന്നത്. എന്നിരുന്നാലും ഫ്രീ ആയിട്ട് കിട്ടുന്ന മൈൻ ചെയ്ത് കിട്ടുന്ന ബിറ്റ് കോയിൻസ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പേ ഔട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പേ ഔട്ട് എടുക്കാൻ സാധിക്കും. അതായത് ബിറ്റ് കോയിനായിട്ട് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ബാങ്ക്. അതുപോലെ തന്നെ മിനിമം വിഡ്രോവൽ എന്ന് പറയുന്നത് $0.5 മാത്രമാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് മൈൻ ചെയ്തെടുക്കുന്നത് കാരണം ബിറ്റ് കോയിനായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാനാണ് എളുപ്പം. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. ആദ്യം തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇത് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മൊബൈലിൽ ചെയ്യാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ഡെസ്ക്ടോപ്പോ ലാപ്ടോപ്പോ നിങ്ങൾക്ക് ആവശ്യമാണ്, എന്നാൽ മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ. ആദ്യം തന്നെ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, പാസ്വേഡ് കൺഫേം ചെയ്യുക, ദെൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൂടി ആക്സെപ്റ്റ് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ മാർക്കറ്റ് ക്രാഷ് ആയിട്ടുണ്ട്. അതായത് ക്രിപ്റ്റോ കറൻസി ബിറ്റ് കോയിൻ മുതൽ താഴത്തുള്ള എല്ലാ ക്രിപ്റ്റോ കറൻസീസും നല്ല രീതിയിൽ ക്രാഷ് ആയിട്ടുണ്ട്. പക്ഷേ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും ഇതെല്ലാം തിരിച്ചു വരും. അപ്പോൾ ആരും പാനിക് സെല്ല് ചെയ്യാതിരിക്കുക. പാനിക് സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെയധികം ലോസ് വരും. കുറച്ച് ദിവസം എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യണം, എന്നാലേ പഴയ മാർക്കറ്റിലേക്ക് തിരിച്ചു വരുള്ളൂ. അപ്പോൾ ഇത് മിക്ക വർഷങ്ങളിലും ഉണ്ടാവാറുണ്ട്. 2018 ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പും ചില വർഷങ്ങളിൽ ഇതുപോലെ ക്രാഷുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ്. പക്ഷേ എന്തായാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡാഷ്ബോർഡാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കംപ്ലീറ്റ്ലി ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു ഡാഷ്ബോർഡ് തന്നെയാണ്. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് രജിസ്റ്റർ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ആയതിനു ശേഷം നമുക്കൊന്ന് ലോഗിൻ ചെയ്യാം. ഇവിടെ ഡാഷ്ബോർഡിൽ ഇപ്പോൾ കംപ്ലീറ്റ്ലി 0 ആണ്. അതുപോലെ തന്നെ ബാലൻസും മറ്റു കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്നിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ബിറ്റ് കോയിൻ റേറ്റ് കുറഞ്ഞു വന്നിട്ടുണ്ട്. കാരണം ഇന്നലെ 35 സംതിങ് അല്ലെങ്കിൽ 32 ഒക്കെ വരെ വന്നിട്ടുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ റിക്വസ്റ്റ് പേ ഔട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് അക്കൗണ്ടിലേക്കാണ്, ഇപ്പോൾ ബിറ്റ് കോയിൻ ആയിട്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ എത്തേറിയം ആയിട്ട് വേണമെങ്കിൽ, അതുമല്ലെങ്കിൽ മറ്റുള്ള ക്രിപ്റ്റോ കറൻസീസോ ഡയറക്റ്റ് ക്യാഷൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാൻ സാധിക്കും. നമുക്കിപ്പോൾ എപ്പോഴും നല്ലത് ബിറ്റ് കോയിൻ ആയിട്ട് തന്നെ ട്രാൻസാക്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എത്തേറിയം ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെയധികം ട്രാൻസാക്ഷൻ ഫീ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ എത്തേറിയം ആയിട്ടൊക്കെ നമ്മൾ ട്രാൻസാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം $13 ഓരോ ട്രാൻസാക്ഷനും നമ്മൾ പേ ചെയ്യേണ്ടി വരും. അതിൽ നിന്ന് കുറച്ചുകൂടി നല്ലത് മറ്റുള്ള കോയിൻസ് ഏതെങ്കിലും അവൈലബിൾ ആണെങ്കിൽ അത് കൊടുക്കുക, അതില്ലെങ്കിൽ ബിറ്റ് കോയിൻ തന്നെയാണ് നല്ലത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആയിക്കഴിഞ്ഞാൽ മാത്രം നമ്മൾ ട്രാൻസാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക. ഇതിൽ മിനിമം വിഡ്രോവൽ എമൗണ്ട് എന്ന് പറയുന്നത് 0.00025 BTC മാത്രമാണ്. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ഫീ എന്ന് പറയുന്നത് 7.89 വാല്യൂ വരുന്ന ബിറ്റ് കോയിൻ ആയിരിക്കും. അതായത് 0.0002 ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീക്ക്ലി ട്വൈസോ അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കലൊക്കെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്താൽ മതി. അപ്പോൾ ഇത്ര ഫീ പോയാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല എമൗണ്ട് നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇതിലൊരു അഫിലിയേറ്റ് പ്രോഗ്രാം ഉണ്ട്, അതുമല്ലെങ്കിൽ ഒരു റെഫറൽ ലൈക്ക് പ്രോഗ്രാമാണിത്. നിങ്ങൾക്ക് ഇത് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാം. അത് മുഖേന ആരെങ്കിലും ഇതിൽ ജോയിൻ ചെയ്ത് അവരും ഇതുപോലെ മൈൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്നതിൻ്റെ ഒരു 3%, ചെറിയൊരു പെർസെൻറ്റേജാണ്, അത് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് അറ്റ് ഹോം ചെയ്യുന്ന ആളുകൾക്ക് അവർ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ആയിക്കൊണ്ടിരിക്കും. നിങ്ങളറിയാതെ തന്നെ അത്യാവശ്യം ചെറിയ ഏർണിങ്സ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ ഏത് രീതിയിൽ ഏർണിങ്സ് ലഭിച്ചാലും വളരെ ഹെൽപ്ഫുൾ ആവുന്നത് കാരണമാണ് ഞാൻ ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും ചെയ്യുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയപ്പോൾ ഒരുപാട് ആളുകൾ വീണ്ടും ഫൈവറിനെ കുറിച്ചും മറ്റുള്ള ഡാറ്റ എൻട്രി ജോബിനെയൊക്കെ കുറിച്ച് ഒരുപാട് മെസ്സേജസുകൾ എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനിയും അതുപോലുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കൂടുതൽ
വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലികളെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് ഞാൻ ഇനിയും ചെയ്യുന്നതാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഇതുപോലുള്ള ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആയിട്ടുണ്ട്, നമുക്കതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, നിങ്ങൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ ഇമെയിലും പാസ്വേഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഹാർഡ്വെയർ പ്രസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം. എൻ്റെ ഇപ്പോൾ HP ആണ് കമ്പ്യൂട്ടർ. അതിൻ്റെ മറ്റു ഡീറ്റെയിൽസെല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാം. കുറച്ച് നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ റേറ്റും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ അധികം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഗ്രാഫിക് കാർഡൊന്നും അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. $1 താഴെയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഏൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല ഗ്രാഫിക് കാർഡോ അല്ലെങ്കിൽ ഇപ്പോൾ ഗെയിമർ PC ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏർണിങ്സ് ഇതിൽ നിന്ന് ലഭിക്കാൻ സാധിക്കും. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ലാപ്ടോപ്പ് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ രീതിയിൽ ഏർണിങ്സ് ലഭിക്കാൻ ഇത് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ ഏർണിങ്സ് വാല്യൂ നോക്കുക, അതിനുശേഷം മാത്രം പിന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഗ്രാഫിക് കാർഡൊന്നും അധികം പവർഫുൾ അല്ല എങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അഫിലിയേറ്റ് പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ട്സിനെയൊക്കെ ഇതിൽ ജോയിൻ ചെയ്യിപ്പിച്ച് അവർ വർക്ക് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് 3% കമ്മീഷനായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. പറ്റില്ലെങ്കിൽ നിങ്ങൾ റിമൂവ് ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ വാല്യൂ മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് ഡാഷ്ബോർഡിൽ നിന്ന് ഒരു അര ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസമോ വർക്ക് ചെയ്തിട്ട് നോക്കുക, അല്ലെങ്കിൽ ഓൺ ചെയ്ത് വെച്ചിട്ട് നോക്കുക. ഡെയിലി ഒരു $2 $3 ഒക്കെ കിട്ടുകയാണെങ്കിലും നിങ്ങൾക്ക് ലാഭമാണ് വർക്ക് ചെയ്യുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത് കാരണം. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ യൂസ് ചെയ്തിട്ട് കാര്യമില്ല, റിമൂവ് ചെയ്യുന്നതാണ് നല്ലത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി അനുസരിച്ചിരിക്കും അല്ലെങ്കിൽ ഗ്രാഫിക് കാർഡിൻ്റെ എഫിഷ്യൻസി അനുസരിച്ചിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്റ്റേണൽ ഗ്രാഫിക് കാർഡൊക്കെ യൂസ് ചെയ്യാൻ എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഏർണിങ്സ് ഇതിൽ നിന്ന് ലഭിക്കാൻ സാധിക്കും. അപ്പോൾ പുതിയ രീതിയിലുള്ള ക്രിപ്റ്റോ ഏർണിംഗ് മെത്തേഡ്സും അതുപോലെ തന്നെ ഓൺലൈൻ വർക്കിംഗ് ഫ്രീലാൻസിങ് ജോബിനെ കുറിച്ചുള്ള വീഡിയോസ് എല്ലാം വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള GPU യൂസ് ചെയ്തിട്ട് എത്ര ഏർണിങ്സ് ലഭിക്കാം, ഏകദേശം ഒരു ആവറേജ് ഏർണിങ്സ് എത്ര ലഭിക്കും എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇവിടെ നിങ്ങൾ ബെസ്റ്റ് മൈനിങ് GPUs എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, GPU എന്ന് പറഞ്ഞാൽ ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. അപ്പോൾ ഇതിൽ പ്രസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ ഗ്രാഫിക് കാർഡിന് അല്ലെങ്കിൽ നിങ്ങളുടെ CPU യൂസ് ചെയ്തിട്ടുള്ള ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ മിക്കവരുടെ സിസ്റ്റത്തിൽ Nvidia'യുടെ ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ AMDയുടെ ഗ്രാഫിക് കാർഡൊക്കെ ആയിരിക്കും നല്ല സിസ്റ്റമൊക്കെ ആണെങ്കിൽ. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ മന്ത്ലി ഏർണിങ്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റം ഇതിന് ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും ആണെങ്കിൽ അതിന് ബേസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും ലഭിക്കുന്നത്. അതല്ലെങ്കിൽ സാധാരണ നോർമൽ PC ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യാതിരിക്കുന്നത് നല്ലത്. അധികം ഏർണിങ്സ് ഒന്നും നിങ്ങൾക്ക് ലഭിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും തന്നെ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.